പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, ഡിഗ്രി പി ജി ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ABC ID ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. ABC ID ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ABC ID ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഏകദേശം വിദ്യാർത്ഥികളൊക്കെ ABC ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ABC ID സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ABC ID നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കാണ് ആ ഓപ്ഷൻ വന്നത്. ഉടൻ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പൊസിഷനിൽ ഒരു ഫോട്ടോ കാണാം. ആ ഫോട്ടോയുടെ പുറത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അതിൽ പ്രൊഫൈല് എന്നുള്ള ഭാഗം വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് പോർട്ടൽ ലോഗിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതാക്കി കഴിഞ്ഞത്, ക്ലോസ് ചെയ്ത് റെഡ് മാർക്കിട്ട് വെച്ചത് ഒരാളുടെ വ്യക്തിഗത കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ ABC ID എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷനിൽ ഇതാ ഇവിടെ ABC ID എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ABC ID ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹൈയർ ബൈ ഡിക്ലെയർ അപ്രൂവ് ദ അബൌട്ട് ഡാറ്റ കറക്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്നുള്ള ഭാഗത്ത് ടിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്താൽ സേവ് എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് സേവ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് ഇത് ചെയ്യാൻ സാധിക്കുക. ഇതിന് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യണം. എങ്ങനെയാണ് സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.